ഫാക്ടർ അല്ലാതെ ഇന്ന് നമ്മൾ നിരന്തരമായി സോഷ്യൽ മീഡിയ വഴി കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഹാർട്ട് അറ്റാക്ക് കാരണം ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ. ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോ 40 സെക്കൻഡിലും ഒരു ഹാർട്ട് അറ്റാക്ക് വീതം നടക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഹാർട്ടിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകളെ നേരത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള 4 ടെസ്റ്റുകളാണ് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തേതാണ് HSCRP എന്ന് പറയുന്നത്. നമ്മുടെ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകളെ നേരത്തെ മനസ്സിലാക്കാനും ഹാർട്ട് അറ്റാക്കിനെ നേരത്തെ തിരിച്ചറിയാനും വേണ്ടി ഈ ബ്ലഡ് ടെസ്റ്റ് നമുക്ക് സഹായിക്കും. രണ്ടാമത്തേതാണ് ട്രോപ്പോണിൻ. എന്തെങ്കിലും ഒരു നെഞ്ചുവേദനയായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ടെസ്റ്റാണ് ട്രോപ്പോണിൻ ടെസ്റ്റ്. നമ്മുടെ ഹൃദയത്തിന്റെ മസിൽസിന് എന്തെങ്കിലും ഒരു തകരാറുണ്ടെങ്കിൽ നമ്മളെ ബ്ലഡിൽ ട്രോപ്പോണിൻ പോസിറ്റീവായിട്ട് കാണിക്കും. അടുത്തതാണ് BNP ടെസ്റ്റ്. നമ്മുടെ ഹാർട്ടിന് എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഹാർട്ടിന്റെ വാൾസ് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരുതരം ഹോർമോൺ ആണ് BNP എന്ന് പറയുന്നത്. ട്രെഡ്മിൽ ടെസ്റ്റ് പോലെയുള്ള പല ടെസ്റ്റുകളും 70% ഹാർട്ടിന് ബ്ലോക്ക് സംഭവിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതിനു മുമ്പ് തന്നെ നമുക്ക് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് CT കാൽഷ്യം സ്കോറിംഗ് എന്ന് പറയുന്നത്. ഹാർട്ടിനകത്തുള്ള രക്തക്കുഴലുകളിൽ കാൽഷ്യം അടിഞ്ഞു കൂടിയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ടെസ്റ്റാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്.